വെൽക്കം ബാക്ക് ടു വീക്ക്ലി ഔട്ട്ലുക്ക്. ഇറ്റ്സ് മീ അൽത്താഫ് ഫ്രം കറൻസി പിപ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 3 പെയേഴ്സാണ്, യൂറോ, GBP, ഗോൾഡ്. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് യൂറോ USD ആണ്. യൂറോ USDയിലെ വീക്ക്ലി ചാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പ്രീവിയസ് വീക്ക്ലി ഔട്ട്ലുക്കിൽ പറഞ്ഞിരുന്നു, പ്രീവിയസ് വീക്ക്ലിൻ്റെ ലോ എടുത്തിരുന്നു, ബൈ മൂവ്മെൻറ്റ് പോകാനാണ് ചാൻസ് കൂടുതൽ. അതേപോലെ തന്നെ ബൈ മൂവ്മെൻറ്റ് പോയിട്ടുണ്ട് മേലോട്ട്. ഇപ്പോൾ നമ്മൾ ഈ വീക്കിലിൽ ഈ ഒരു ക്യാൻഡലിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ബൈ മൂവ്മെൻറ്റ് തന്നെ ഇപ്രാവശ്യം നമുക്ക് ചാൻസ് കൂടുതൽ. പിന്നെ നമ്മൾ വീക്ക്ലിയിൽ നിന്ന് ഡെയിലിയിലോട്ട് മാറ്റുമ്പോൾ ഡെയിലിയിലും നമുക്ക് ബൈ തന്നെ വരുന്നത്. ഈ ഒരു ഐഡിയം എടുത്തിട്ട് ഇവിടുന്ന് ഒരു OB കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിമാൻഡ് സോണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ ചെയ്യാവുന്നതാണ്. പിന്നെ 4 ഹവറിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയം എടുത്ത് ഇവിടുന്ന് ഒരു OB കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിമാൻഡ് സോണിൽ വന്നിട്ട് ലോ ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോ സ്വീപ്പ് ചെയ്താൽ ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു സെല്ല് നോക്കാവുന്നതാണ്. പിന്നെ നോക്കുന്നത് GBP ആണ്. GBP USDയിൽ വീക്ക്ലി ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസിഷൻ സപ്ലൈ നമുക്ക് എന്ത് ചെയ്ത് ഫെയിലായിട്ടുണ്ട്. മേലത്തെ ഒരു FEGയിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നത്. ഇവിടുന്ന് നമുക്ക് പ്രീവിയസ് വീക്കിൻ്റെ ഹൈ എന്ത് ചെയ്ത് നമുക്ക് ബ്രേക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ഡൗണിലോട്ട് ഇങ്ങോട്ട് വരാൻ ചാൻസ് കൂടുതൽ. നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ലോ ടൈം ഫിലും കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സെല്ല് നോക്കാവുന്നതാണ്. ഡെയിലിയിലോട്ടും സെയിം തന്നെ വരുന്നത്, വ്യൂ തന്നെ വരുന്നത്. ഡെയിലിയിലോട്ട് എന്ത് ഈ ഒരു ഐഡിയം ഒന്ന് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ആയിട്ടൊരു ബൈ നോക്കാം. ഇവിടുന്ന് ഒരു സിംഗിൾ കോയിൻ ലോബി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഷോർട്ട് ടൈം ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സെല്ല് തന്നെ നോക്കാവുന്നതാണ്. പിന്നെ 4 ഹവറിലോട്ട് വരുമ്പോൾ 4 ഹവറിൽ ഇത് സെയിം തന്നെ വരുന്നത്. നമ്മൾ ഡെയിലിയിൽ പറഞ്ഞ പോലെ തന്നെ ഡെയിലിയിൽ എന്ത് ചെയ്ത് 4 ഹവറിൻ്റെ ഈ ലോ സ്വീപ്പായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഇവിടുന്ന് ഈ ഒരു സപ്ലൈ ഒരു ബൈ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇവിടുന്ന് തന്നെ കറക്റ്റ് മൂവ്മെൻറ്റ് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വീക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ഹവറിൻ്റെ ലോ സ്വീപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു ബോഡി ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിലോട്ട് ബോഡി ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു സെല്ല് നോക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഗോൾഡാണ്. ഗോൾഡിൽ വീക്ക്ലി നോക്കുകയാണെങ്കിൽ സെയിം വ്യൂ തന്നെ. വീക്ക്ലി പ്രീവിയസ് വീക്കിൻ്റെ ഹൈ എന്ത് ചെയ്ത് സ്വീപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു ഡൗൺ സൈഡ് നോക്കാവുന്നത്. ഈ ഒരു ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബൈ സൈഡ് തന്നെ വരുന്നത്. റിവേഴ്സൽ ട്രേഡാണ് സെല്ല് നോക്കുന്നത്. ഇവിടുന്നൊരു OB കിട്ടി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ട് ഇവിടുന്നൊരു ഡിമാൻഡ് സോണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാവുന്നതാണ്. ഡെയിലിയുടെ ചാർട്ടിൽ വരികയാണെങ്കിൽ ഡെയിലിയുടെ ചാർട്ടിൽ സെയിം വ്യൂ തന്നെ വരുന്നത്. ഈ ഒരു ഐഡിയം എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്നൊരു സിംഗിൾ ക്യാൻഡിൽ OB കിട്ടി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാം. 4 ഹവറിലോട്ട് വരുമ്പോൾ 4 ഹവറിൽ കറൻ്റ് ഇപ്പോൾ ഒരു ഡിമാൻഡ് സോണിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു ലോവർ ടൈമിൽ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ സ്വീപ്പ് ചെയ്ത്, അതായത് ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാം. ഈ 3 പെയേഴ്സാണ് നെക്സ്റ്റ് വീക്കിലായിട്ട് നമ്മൾ നോക്കിയത്. 3 പെയേഴ്സിൻ്റെ സപ്ലൈ സോൺസ് ആൻഡ് ഡിമാൻഡ് സോൺസ് ആണ് നോക്കിയത്. ഈ ഏരിയാസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളേതായ കൺഫർമേഷൻ നോക്കിയിട്ട് ട്രേഡ്സ് എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.